ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಇಷ್ಟಗಲದ ಭಕ್ತರ ಮನೆಯಲ್ಲಿ ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಳ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಒಳಗ ಪುತ್ತಳಿ ಬಂದೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനും മോനും കൂടി ഇന്നലെ മകരപ്പൊങ്കാലയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പൊങ്കാല ഇട്ടതിന് ശേഷം മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഇട്ടായിരുന്നു മകരപ്പൊങ്കാല? പ്രധാനമായും തമിഴ്നാട്ടിലെ ഉത്സവമാണെങ്കിലും കേരളീയർക്കും ഒരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ് ഈ മകരപ്പൊങ്കാല എന്ന് പറയുന്നത്. തമിഴ്നാട്ടുകാർ അവരുടെ കൊയ്ത്തുത്സവം പോലെയാണ് ഈ മകരപ്പൊങ്കാല കണക്കാക്കുന്നത്. നമ്മുടെ കേരളീയർ ഇപ്പോൾ ഓരോ അമ്മമാർ, പ്രധാനമായും സ്ത്രീകളാണ് ഇടുന്നത്. അപ്പോൾ അമ്മമാർ നമ്മുടെ മക്കളുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസമാകുന്നുള്ള പ്രതീക്ഷയോടെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മകരപ്പൊങ്കാല ഭഗവാനെ നേദിക്കുന്നത്. മകരപ്പൊങ്കാല എന്ന് പറയുമ്പോൾ മകരമാസത്തിലെ 1-ാം തീയതിയാണ് നമ്മൾ മകരപ്പൊങ്കാല ഇടുന്നത്. പഴമക്കാർ പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നേ മകരപ്പൊങ്കാല ഇട്ട് കഴിയണം എന്നാണ്. ഞാനൊരു 5:30 ആയപ്പോഴാണ് ഇട്ടത് കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു, വിളക്കൊക്കെ അണഞ്ഞു പോകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒന്നും പറ്റിയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് സൂര്യഭഗവാന് കർപ്പൂരം ഒഴിഞ്ഞ് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കർപ്പൂരം ഒഴിഞ്ഞ് അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ കൊടുത്ത്, എന്നുവെച്ചാൽ നമ്മളുണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കതിൽ പുണ്യം കിട്ടുക. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും ഷെയർ ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കൂടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നലത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.